മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അതിലുപരി ഞാൻ എന്റെ വ്ളോഗ്സിലൊക്കെ കാണിക്കാറില്ല എന്റെ സിസ്റ്റർ നേഹ പ്രഗ്നന്റ് ആണെന്നുള്ളത് നമ്മൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പൊ അറിയാത്തവർക്ക് പറയാണ്, എന്റെ ചേച്ചി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഖത്തറിലാണ് അമ്മ പോണതിന്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് നമ്മുടെ കുഞ്ഞു വാവ പുറത്തേക്ക് വന്നത്. അപ്പൊ ഞാൻ മേമയായി ഗൈസ്. അപ്പൊ അച്ഛന്റെ ബർത്ത്ഡേ എന്ന അച്ചാച്ചനും കൂടിയായി. ഭയങ്കര സന്തോഷം വന്നിട്ട് ഇന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പോലും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഒരു സ്റ്റിക്കി നോട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ അപ്പ ഓർമ്മ വരുമ്പോ എഴുതി വെച്ചിട്ടേ ഞാൻ പോകുള്ളൂ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അച്ഛൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒട്ടും വിചാരിക്കണില്ല. അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് ഇന്ന് തുടക്കത്തിൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. വില്ലേജ് ഓഫീസിൽ പോകണം, പിന്നെ റേഷൻ കടയിൽ പോകണം, അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് വാങ്ങണം അച്ഛന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കേക്കിന്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതാന്ന്. അച്ചാച്ചനാവാണല്ലോ. ഞാനൊരു മേമയാവാണ് ഗൈസ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് മറവി കുറച്ച് ഓവറായി തോന്നുന്നു. ബ്ലഷൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പൊ സമയം എന്തൊക്കെയാ ഞാൻ പറയണല്ലേ. സമയം ഇപ്പോ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കരിയാനൊക്കെ പോവാ. അപ്പൊ ബ്ലഷ് ഇട്ട് ഇത്തിരി ഓവറായാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് ബ്ലഷ് ഇട്ടില്ലെങ്കിൽ പിന്നെ ഇന്ന് ബ്ലഷ് ഇടും നമ്മള്. അപ്പൊ നേഹനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നേഹ കിടന്ന് ഉറങ്ങാണ്, വാവയും കിടന്ന് ഉറങ്ങാണ്. കുട്ടിക്കൊക്കെ വരുമ്പോ നമ്മൾ എന്തായാലും കാണിക്കാം. അപ്പൊ അതിന് മുമ്പ് അച്ഛനുള്ള സർപ്രൈസ് ഒരുക്കണം. അതാണ് ഇന്നത്തെ മെയിൻ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വിചാരിച്ചു കേക്ക് പോയി മേടിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോ ബലൂണൊക്കെ വീർപ്പിക്കാം, ഫ്രണ്ട് റൂമിൽ ഫുള്ള് സെറ്റ് ചെയ്യാം. പിന്നെ മുകളില് ഫാനിന്റെ മുകളില് മറ്റേ പൂരപ്പടത്തിനൊക്കെ കിട്ടില്ലേ, പൂരപ്പറമ്പിലൊക്കെ കിട്ടില്ലേ പട്ടാസ്, അത് കൊണ്ടുപോയിട്ട് ഫാനിന്റെ മുകളിൽ സെറ്റ് ചെയ്യാന്ന് വെച്ചു. ഫാൻ ഓൺ ചെയ്യുമ്പോ താഴെ പട ഞാൻ അച്ഛന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച ആ ഒരു സന്തോഷം നിങ്ങളായിട്ടും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര മാസമായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടി എടുക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മുടെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും ചേരാട്ടോ. അപ്പൊ അധികം വൈകിപ്പിക്കണില്ല. ഇന്ന് പോയിട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എഴുതി വെക്കട്ടെ കേട്ടോ. ഓക്കേ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ എൻ്റെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. എനിക്ക് എപ്പോഴും പറ്റണ അബദ്ധമാണ് ഇത്. വണ്ടി എവിടെ ഈ കല്ലിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചാലും ഇത് വലിച്ച് അങ്ങോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി ഒരാൾ എന്നെ എപ്പോഴും കാണും എവിടെയെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മാംഗോ ബേക്കേഴ്സിൽ കാട്ടോ കേക്ക് മേടിക്കാൻ പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ വാലന്റൈൻസ് ഡേ ആണ് പിറ്റേ ദിവസം. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടോ. പുറത്ത് ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ പോലെ കപ്പിൾസ് വരിക, ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യാം. അവർക്ക് എന്തു ആവാലോ, അവരുടെ ദിവസമല്ലേ. അപ്പം അങ്ങനെ ഉള്ളിൽ നമ്മൾ കയറിയപ്പോൾ ഒരുപാട് വെറൈറ്റി കേക്കുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആയിപ്പോവും. പിന്നെ അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും വലിയ കേക്ക് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഷുഗർ പേഷ്യൻറ്റും ആണ്. അപ്പം പിന്നെ അടിച്ച് മധുരം കയറ്റിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചെറിയ കേക്ക് ചോദിച്ചപ്പോൾ അപ്പുറത്ത് 1 കിലോയുടെ കേക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിലും കുറേ വെറൈറ്റി. നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോവും. എന്നിട്ട് അവസാനം ഞാൻ നോക്കി അവസാനം ഒരു കേക്ക് ഞാനങ്ങോട്ട് എടുത്ത് ഒരു വിധപ്പെട്ട കേക്കുകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഞാൻ റെഡ് ഫോറസ്റ്റ് കഴിക്കണം കേട്ടോ. എല്ലാം കണ്ടിട്ടാക്കണം. ഇത് എടുത്താലോ? ഇതിനെത്രയാ? ചേട്ടാ ഇതെടുത്തോ. റെഡ് ഫോറസ്റ്റ് എഴുതാനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. വലിയ പേരാണ്. ഇവിടുത്തെ വാലന്റൈൻസ് ഡേന് മാത്രം വരുന്ന കുറച്ച് സ്പെഷ്യൽ കേക്കുകളുണ്ടായിരുന്നു. നല്ല ക്യൂട്ട്, എന്ത് ഭംഗിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേ. കപ്പിൾസ് അല്ലെങ്കിൽ പോലും നമുക്കത് വാങ്ങിക്കാൻ തോന്നും. അത്രയും നല്ല ഭംഗി ഉണ്ടായിരുന്നു. കണ്ടോ, കണ്ടെയ്നർ ആയിട്ട് ഓരോ കണ്ടെയ്നറിൽ ഇഷ്ടം പോലെ കേക്കുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് വെക്കായിരുന്നു കേട്ടോ അപ്പുറത്തേക്ക്. എന്ത് ചെയ്യും, വാലന്റൈൻസ് ഡേ ഐറ്റംസ് വന്നിട്ട് നമുക്ക് വിഷമം ഇല്ലാതില്ല അല്ലേ. നമ്മൾ സിംഗിൾസ് എന്ത് ചെയ്യില്ല, ഗിഫ്റ്റൊക്കെ ഇല്ലേ. മതി ചേട്ടന് ആവും ഇത് എഴുതിയാ മതി.
അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോവായിരുന്നു കേട്ടോ. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ വരുന്ന വഴി അവിടെ ഒരു ട്രാഫിക് പോലീസ് കൈ കാണിച്ച് ഒരാൾക്ക് ഫൈൻ എഴുതി കൊടുത്തിട്ട് അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ പറയണേ. അപ്പൊ ഇയാൾ ഈ സൈഡിൽ കൂടെ പോയിട്ട് പോലീസുകാരൻ പിടിച്ചിട്ട് ഫൈൻ ഇട്ടൂടാ. എനിക്കാകെ വിഷമം വന്നു ഗൈസ്. അപ്പൊ ഈ ബലൂണിന്റെ ഫുൾ പാക്കറ്റ് എനിക്ക് നിർത്തിക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പൊ സമയമുണ്ടല്ലോ, സമയം 1 മണിക്കൂറുള്ളൂ ഇനി അച്ഛൻ വരാൻ ബാക്കി. ആ 1 മണിക്കൂറിൽ ഇത്രയധികം ബലൂൺ വീർപ്പിച്ചേക്ക് തീർക്കാൻ പറ്റുന്ന സംശയമുണ്ട്. അപ്പൊ പറ്റാവുന്ന രീതിക്കൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പണി തുടങ്ങട്ടെ. അയ്യോ, കഴിച്ചൊക്കെ പുറത്തേക്ക് വരും തോന്നുന്നുണ്ട്. ഈ ബലൂൺ പരിപാടി വീർപ്പിക്കലൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. അടുത്തതാണെങ്കിൽ ഭയങ്കര പാട്. എന്താണെന്ന് വെച്ചാൽ ലാഡർ അവിടെ വെച്ചിട്ട് അതിന് മുകളിൽ കയറി പൊത്തണം. ഞാൻ എത്ര വേണമെങ്കിലും ഇങ്ങനെ വലിഞ്ഞ് കയറി അങ്ങനെ ഒക്കെ പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവും. പക്ഷേ ഈ മുകളിലോട്ട് ഈ ഹൈറ്റ് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് ഗൈസ്. മുകളിലെത്തി കഴിഞ്ഞാൽ കാലൊക്കെ വിറയ്ക്കും, എനിക്കിടയ്ക്ക് തലയൊക്കെ കറങ്ങും താഴത്തൊക്കെ നോക്കുമ്പോൾ. അങ്ങനെ എങ്ങനെയൊക്കെയോ പൊത്തി പിടിച്ച് കയറി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ മേളിൽ പൊത്തി പിടിച്ച് കയറി ഗൈസ്. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാനിത് എക്സാഗറേറ്റ് ചെയ്ത് ചെയ്യണമെന്നല്ല, എനിക്ക് മേലെ കയറുമ്പോൾ ഉള്ളൊരു പേടി തന്നെയാണ്. എൻ്റെ കാലൊക്കെ വിറക്കരുത്. ഞാൻ പതുക്കെ എടുത്താൽ വെക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഹൈറ്റ് പേടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ആ പരിപാടി ഞാൻ ഇങ്ങനെയൊക്കെയോ തീർത്തത് അടുത്ത പരിപാടിയിലേക്ക് കിടന്ന് ഈ ചാർട്ടൊക്കെ ഇങ്ങനെ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് കോൺ ഷേപ്പിൽ കട്ട് ചെയ്ത് അത് സ്റ്റിക്കർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഗിൽറ്റ് പേപ്പറില്ലേ അത് നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മുകളിൽ, അതായത് അച്ഛൻ വരുമ്പോൾ ഡോറിന് മേലായിട്ട് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് താഴെ ആ കോണ്ട താഴെയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അച്ഛൻ്റെ മേത്തേക്ക് വീഴില്ലോ. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചേ. പിന്നെ ഞാൻ വിചാരിച്ചു അതെങ്ങാനും വീണ് പോയാലോ അവിടെ നിന്ന് വെച്ചിട്ട് ഞാൻ തന്നെ കൈകൊണ്ട് എറിയാം. അങ്ങനത്തെ ഒരു മൈൻഡ് വന്ന് കൈകൊണ്ട് തന്നെ എറിയാം അച്ഛൻ വരുന്ന സമയത്ത് ഡോർ തുറക്കുമ്പോൾ എന്ന് ഞാൻ വിചാരിച്ച്. അടുത്ത പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ബലൂണൊക്കെ വീർപ്പിച്ചിട്ടു. പക്ഷെ അച്ഛനെ വിളിച്ചപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം പണി ഉണ്ടായിരുന്നു, വെപ്രാളം ഉണ്ടായിരുന്നു. എന്തൊക്കെ അങ്കമട്ടങ്ങളാണ് ഒരു സർപ്രൈസൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗൈസ്. ഏറ്റവും കൂടുതൽ ക്ഷീണമായത് ഇങ്ങനത്തെ പണിയെടുത്തിട്ടൊന്നുമില്ല, പുറത്തത്തെ ആ വെയിൽ കൊണ്ടിട്ട്. അങ്ങനെ ഞാൻ അച്ഛൻ വരുന്ന ആ സമയത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കണ്ട റെഡി വടിയുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ വന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ആകെ വെപ്രാളായി. ചെയറേ ചവിട്ടി നിന്നിട്ട് ഞാൻ മേലേക്ക് അച്ഛൻ വരുമ്പോൾ ആ ഡോർ തുറക്കുമ്പോൾ അങ്ങനെ എറിയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ സൈഡിൽ ടി വിയിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് പണി കിട്ടി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തിനാണാവോന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ല. നിലാവത്ത് കോഴീനെ വെച്ചിട്ട പോലെ ആയിരുന്നു ഞാൻ. ആകെ കിളി പോയിരിക്കായിരുന്നു ഗൈസ്. കണ്ടില്ലേ. അവസാനം പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് തുറന്നു. ആ പണ്ടാരപ്പാട്ടാണെങ്കിൽ കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്തൂല്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ അച്ഛൻ ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയി. പാട്ട് ഞാൻ പിന്നെ ഇരുന്ന് സമയം എടുത്ത് ഓൺ ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു ഗൈസ്. പിന്നെ അടുത്തത് ഞാൻ കേക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടോ. അച്ഛൻ ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷയില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചെറിയ രീതിക്കാണെങ്കിലും അടിപൊളി. പിന്നെ ഞാൻ ആ ടി വിയിൽ വെച്ച പാട്ടിരുന്ന് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ആ കേക്കൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവന്നത്. കേക്കൊക്കെ കണ്ടപ്പോൾ സർപ്രൈസായി. അതിലുപരി ആ കേക്കുമ്മേ എഴുതിയത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വായിപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാപ്പി ബർത്ത്ഡേ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതിയത്. നമ്മളൊരു അച്ഛനാവണേക്കാളും അച്ചാച്ചനാവുമ്പോഴാണ് വേറൊരു ഫീലിംഗ് എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. പിന്നെ നേരെ ആ പട്ടാസ് പൊട്ടിക്കാനുള്ള പ്രിപ്പറേഷനിലായി.
എല്ലാം പട്ടാസും പൊട്ടിയില് കുറേയൊക്കെ പൊട്ടാണ്ട് ആ സോഫേമലൊക്കെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് അച്ഛൻ എനിക്ക് തന്നു, ഞാൻ അച്ഛന് കൊടുത്തു. പിന്നെ നമ്മൾ മേമയുടെയും മാമൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് കേക്ക് എല്ലാവർക്കും മധുരമൊക്കെ ഷെയർ ചെയ്ത് ഗൈസ്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞി സർപ്രൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കൊടുത്ത സർപ്രൈസ് ഏറ്റോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്.